നിൽക്കും കൂട്ടുകാരും വാഴുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. നിൽക്കും കൂട്ടുകാരും വാഴുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോ എന്തൊരാശ്വാസം. ഇനി കുറച്ചു ദിവസം കളിച്ചു നടക്കാം. ശരിയാ, പരീക്ഷയായോണ്ട് കാട്ടിലോട്ട് വരാനേ പറ്റിയില്ല. ഇവിടുത്തെ കൂട്ടുകാരൊക്കെ നമ്മളെ മറന്നോ ആവോ. ഇന്നിപ്പോ ആ വിഷമം മാറ്റാനല്ലേ അങ്ങോട്ട് പോകുന്നേ? അല്ല പിന്നെ. ഭാരം കാരണം നിനക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ തക്കിട്? എന്തൊരു ഭാരമാടാ നിനക്ക്. നീ നടക്കുന്ന കാണാൻ തന്നെ വലിയ കോമഡിയാ. നീ ഇരിക്കിലിക്കൊള്ളി ആയതിന്റെ പേരിൽ വണ്ണമുള്ളവരെ കളിയാക്കുന്നു. ഇവൻ വണ്ണം വെച്ചതിന്റെ കാരണം എന്താണെന്നറിയാവോ? ഭക്ഷണം അല്പം പോലും വേസ്റ്റ് ആക്കില്ല. അമ്മയെ കൊണ്ട് വഴക്ക് പറയിപ്പിക്കാതെ മുഴുവൻ കഴിച്ചു തീർക്കും. അതാ കാരണം. അതെ അതെ, ഇവൻ കഴിച്ചു കഴിഞ്ഞാ പിന്നെ വീട്ടിലുള്ളവർ പുറത്തുനിന്ന് ഫുഡ് വാങ്ങി കഴിക്കുമെന്നാ ഇവന്റെ അനിയൻ പറയുന്നേ. നിങ്ങൾ പോയി ഈർക്കിലുകളെ, ഞാൻ പോകുന്നു. ദേഷ്യപ്പെടല്ലടാ തക്കിടു, ഞങ്ങളൊരു തമാശ പറഞ്ഞതല്ലേ. സോറി. എന്താണ് ഇവിടെ ഒരു ചർച്ച? ആർക്കും കഴിക്കാൻ ഫുഡ് കിട്ടിയില്ലേ? ഇവനെ കൊണ്ട് തോറ്റു. തിന്നുന്നതിനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. കുറച്ചു നേരം മുമ്പ് ഉരുണ്ട് വീണിട്ടും നിനക്ക് മതിയായില്ല? ഉരുണ്ട് വീണോ? ആര് വീണു? ഓ, അത് വലിയൊരു കഥയാ. തക്കട ഒന്ന് വീണു. അല്ലെങ്കിൽ തക്കുട് നിന്നെ തട്ടും. തട്ടത്തൊന്നുമില്ലടേ, കിട്ടുവിനെ തക്കുടു തിന്നും. അതവിടെ നിക്കട്ടെ. എന്തായിരുന്നു നിങ്ങളുടെ ചർച്ച?
ബെറ്റി, വലിയ ചർച്ചയൊന്നുമല്ല, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഷമത്തിലാണ്. എന്താ അത്? നമ്മുടെ മിന്നുപ്രാവും കുടുംബവും താമസിക്കുന്ന ആ മരമല്ലേ മുത്തശ്ശി മരം അല്ലേ? ആ മരം ചിലപ്പോ വൈകാതെ നമ്മുടെ കാട്ടിൽ നിന്നും അപ്രത്യക്ഷമാകും. അയ്യോ, അതെങ്ങനെ? അതെ, വേട്ടക്കാർ കുറച്ചു നാളായി കാട്ടിലെ സ്ഥിരം സന്ദർശകരാണ്. ഓരോ വരവിലും അവർ വൻ മരങ്ങളാ കൊണ്ടുപോകുന്നത്. പല മനുഷ്യരും നമ്മളെ പോലെയല്ല, പ്രകൃതിയെ സ്നേഹിക്കുന്നില്ല, കാടിനെ സംരക്ഷിക്കുന്നില്ല. പിന്നെ കാട്ടിലോട്ട് വരാതിരുന്നെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളും ഉണ്ടാവില്ലായിരുന്നു. അത് ശരിയാ, മനുഷ്യന്മാരിപ്പോ ക്രൂര മൃഗങ്ങളാ. ആരെയും ഉപദ്രവിക്കാതെ ഒരിടത്തിരുന്നാലും അവര് ഞങ്ങളെ ഉപദ്രവിച്ചോണ്ടിരിക്കും. അതായത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ ഒരു അനുഭവ സമ്പത്തിൽ പറയുകയാണെങ്കിൽ മനുഷ്യന്മാര് ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ ഒരു ഇത്. അയ്യോ, കൊള്ളാം, അടിപൊളി. അവൻ ബുദ്ധിജീവി കളിക്കാൻ തുടങ്ങി. നമ്മോട് ഒരുപാട് ഇഷ്ടമുള്ള 4 മനുഷ്യക്കുട്ടികൾ തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോ തന്നെ നീ ഈ കാര്യം പറയണം. ആ മതി മതി, നിർത്ത്. കൂടുതൽ പറഞ്ഞ് കൊളാക്കണ്ട. കൂട്ടുകാരെ, നിങ്ങൾ എന്റെ പുറകെ വാ. എന്താ സംഭവം ഞാൻ കാണിച്ചു തരാം. വേട്ടക്കാർ വന്ന് ആ മുത്തശ്ശിമരം മുറിച്ചാൽ മിന്നുപ്രാവും കുഞ്ഞുമക്കളും എന്ത് ചെയ്യും? മിന്നുപ്രാവിന് പറന്ന് രക്ഷപ്പെടാനാവും. പക്ഷേ പറക്കമറ്റാത്ത കുഞ്ഞു പ്രാവുകളുടെ കാര്യമാണ് കഷ്ടം. എന്തെങ്കിലും കാര്യമായി ചെയ്തില്ലെങ്കിൽ പ്രശ്നം വളരെ രൂക്ഷമാവും. സംഭവമൊക്കെ ശരി തന്നെ. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനല്ലേ നമ്മുടെ കൂട്ടുകാർ അവിടെ എത്തിയിരിക്കുന്നത്. അവർ അത് നോക്കിക്കൊള്ളും. പക്ഷെ അവർക്കത് ചെയ്യാൻ സാധിക്കുമോ? അതെന്താ അങ്ങനെയൊരു സംശയം? വേട്ടക്കാർ വളരെ ക്രൂരന്മാരാണ്. അവർ കാരണം നമ്മുടെ ചങ്ങാതിക്കൂട്ടത്തിന് വല്ല അപകടവും സംഭവിച്ചാൽ? ശരിയാ, വേട്ടക്കാരുടെ കയ്യിൽ മാരക ആയുധങ്ങൾ കാണും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കതിൽ ഇടപെടാം. അതുവരെ നമുക്ക് നിശബ്ദരായി കാര്യങ്ങൾ കണ്ടു നിൽക്കാം. ശരി മിക്കായേൽ, ആവശ്യമെങ്കിൽ നമുക്ക് കാട്ടിലെ രാജാവിനെ തന്നെ രംഗത്തിറക്കാം. കണ്ടോ കൂട്ടുകാരെ, നമ്മുടെ മുത്തശ്ശി മരത്തിന് ചുറ്റുമുള്ള മരങ്ങളുടെ അവസ്ഥ. അയ്യോ കഷ്ടം, പാവം മരങ്ങൾ. എത്ര ജീവജാലങ്ങൾ താമസിച്ച മരങ്ങളാ. നിങ്ങളൊക്കെ ആരാ? നിങ്ങളാ വേട്ടക്കാരുടെ കൂടെയുള്ളവരാണോ? വേട്ടക്കാരുടെ കൂടെയുള്ളവരെ ഞങ്ങൾ കൊണ്ടു നടക്കുന്നു തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല, പക്ഷേ മനുഷ്യരെ അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ പാടില്ലെന്ന് ഞങ്ങളുടെ അനുഭവം ഞങ്ങളെ പഠിപ്പിച്ചു. എത്രയോ മനുഷ്യരാണ് പ്രാവുകളെ കൂട്ടിലടച്ചിട്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യമില്ലാത്തവരായി ഞങ്ങളെ മാറ്റിയത് മനുഷ്യരല്ലേ? അതെ, എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ കാട് മരുഭൂമിയായി പോകും. ഞങ്ങളുടെ കാര്യം വളരെ കഷ്ടമാ. എനിക്ക് 3 കുഞ്ഞു മക്കളുണ്ട്. അവരാണെങ്കിൽ പറക്കാനും പഠിച്ചിട്ടില്ല. മുത്തശ്ശിമരം മുറിച്ച പറക്കമുറ്റാത്ത കുട്ടികളെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും? അപ്പുറത്തെ മരങ്ങളിലെ പക്ഷികളൊക്കെ എങ്ങോട്ടോ പറന്നുപോയി. അവരുടെ കൂടുകളൊക്കെ ആനവേട്ടക്കാർ തകർത്തു. ഞാൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലാ. നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട, വേട്ടക്കാര് വരട്ടെ, ഞാൻ കൈകാര്യം ചെയ്തോളാം. നീ എങ്ങനെ കൈകാര്യം ചെയ്യും? മരം മുറിച്ച് കൊണ്ടുപോകാനല്ലേ വേട്ടക്കാർ വരുന്നത്. എന്തായാലും ഭക്ഷണം കൊണ്ടുവരല്ലോ, അത് ഞാൻ അടിച്ചു മാറ്റും. എന്നിട്ട് ഞാൻ മുഴുവനും കഴിക്കും. വിശന്ന് തളർന്ന വേട്ടക്കാർ മരം മുറിക്കാതെ നാട്ടിലോട്ട് പോയിക്കോളും. എപ്പോഴും തീറ്റ തീറ്റ എന്നുള്ളൊരൊറ്റൊരു ചിന്തയുള്ളവന്. കഷ്ടം തന്നെ. എന്നെ കൊണ്ടാവുന്നത് പോലെയല്ലേ എനിക്ക് വേട്ടക്കാരോട് പ്രതികാരം ചെയ്യാൻ പറ്റൂ. ഞാൻ അവരെ തിന്നു തോപ്പിക്കും. കർത്താവേ, ചിക്കൻ ബിരിയാണി തന്നെ കൊണ്ടുവരണേ.
എന്തായാലും ഇത്രയും നടന്ന് ക്ഷീണിച്ചതല്ലേ. ഇനിയൊന്ന് മയങ്ങിയിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. അതെ അതെ. പിന്നെ കഴിക്കാനുള്ള ഭക്ഷണം സൂക്ഷിച്ചു വെക്കണം. നമ്മളെക്കാട്ടി വലിയ കള്ളന്മാർ ചിലപ്പോൾ ഈ കാട്ടി കാണും. ഭക്ഷണം അവന്മാരടിച്ചോണ്ട് പോയ പിന്നെ നമ്മൾ പണി നടക്കൂല. ഹായ് ചിക്കൻ ബിരിയാണി. നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം. അയ്യോ അതെ, ഭക്ഷണ പൊതി വെച്ച ബാണം കാണുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നതേ കള്ളന്മാര് കൊണ്ടുപോയെന്നാ. അയ്യോ, നന്നായി വിശക്കുന്നുണ്ടല്ലോ. നമ്മളിനി എന്ത് ചെയ്യും? ഏതോ കള്ളന്മാർ കൊണ്ടുപോയതാ. എന്തായാലും പണി ആദ്യം തീർക്കാം, എന്നിട്ട് നാട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം. വിശക്കുമ്പോ പണിയൊന്നും എനിക്ക് പറ്റില്ല. നമുക്ക് നാട്ടിലേക്ക് പോവാം. എന്നാ ശരി. എന്നെ കൊണ്ട് തോറ്റു. എന്നെ സമ്മതിക്കണം. എന്ത് മണ്ടത്തരവാടാ നീ പറയുന്നേ? ഇതൊന്നും വർക്കൗട്ട് ആവില്ല. ഭക്ഷണം അടിച്ചു മാറ്റുന്ന സമയത്ത് അവരെങ്ങാനും നിന്നെ കണ്ട പിന്നെ എല്ലാം കയ്യിന്ന് പോവും. അത് കണ്ടാലല്ലേ. മാത്രല്ല വിശന്ന് വലയുന്ന വേട്ടക്കാർ ഇന്ന് പോകുമെന്ന് തന്നെ വെച്ചോ, നാളെ അവർ പിന്നെയും വരുമല്ലോ. അതെ അതെ, അങ്ങനെ വന്നാൽ നിന്റെ അടിച്ചുമാറ്റൽ ദിവസവും തുടരേണ്ടി വരും. സ്കൂളുള്ള ദിവസം പോലും നീ ഇങ്ങോട്ട് വരേണ്ടി വരും. ഓഹോ, ആണോ? പിന്നല്ലാതെ. നീ ഒരു കാര്യം ചെയ്, ഒരു ഏറുമാടം കെട്ടി ഇവിടെ താമസിക്കും. ദിവസവും വേട്ടക്കാർ കൊണ്ടുവരുന്ന ഭക്ഷണം അടിച്ചു മാറ്റി അവരെ നാട്ടിലേക്ക് ഓടിക്കാം. അപ്പോ ഈ പ്ലാനും വർക്കൗട്ട് ആവില്ല അല്ലേ? ഇല്ലേ ഇല്ല. ഹേ മക്കളെ, നിങ്ങൾ കുട്ടികളെ കണ്ടതിൽ വളരെ സന്തോഷം. നിങ്ങളുടെ സംസാരം ഞാൻ ശ്രദ്ധിച്ചു. ഞങ്ങളും മരങ്ങളുടെ ദുരവസ്ഥയിൽ നിങ്ങൾക്കും വിഷമമായി അല്ലേ? ഞങ്ങളുടെ വിധിയാണ് മക്കളെ, അതിനെ തടയാൻ ആർക്കും സാധിക്കില്ല. ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ആധാരം മരങ്ങളാ. എന്നിട്ടും ഞങ്ങളോട് ഈ ക്രൂരത കാണിക്കുന്നത് എന്തിനാണെന്നാ മനസ്സിലാകാത്തത്. ഈ വയസ്സാം കാലത്ത് കൂടെയുള്ളവർ കോടാലിക്കിരയാവുന്നത് കാണുന്നത് എന്ത് വിഷമമാണ്. എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയാണ് കഷ്ടം. പറക്കാനെങ്കിലും അറിയായിരുന്നെങ്കിൽ അവരെ വേഗം അടുത്ത മരത്തിലേക്ക് എത്തിക്കാമായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യാൻ? എന്റെ വിധി. ഏയ് വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താം. മാലാഖമാർ നമ്മുടെ കൂടെ ഉണ്ടാവും. അതെ, ഞങ്ങളെ എത്ര ആപത്തുകളിൽ നിന്നും മാലാഖമാർ രക്ഷിച്ചിരിക്കുന്നു. അല്ല പിന്നെ. നമുക്കൊരു ഉപകാരവും ആരും ചെയ്യണ്ട. ഉപദ്രവിക്കാതിരുന്നാ മതി. മനുഷ്യർക്ക് ശ്വസിക്കാൻ വായു മഴയും ഒക്കെ നൽകുന്നത് ഞങ്ങളല്ലേ? എന്നിട്ടും ഹോ, ഇങ്ങനെ വിഷമിക്കല്ലേ. നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. സമാധാനപ്പെട്. തൽക്കാലം നമുക്ക് വേട്ടക്കാർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ അങ്ങോട്ടൊന്ന് മാറി നിൽക്ക്. ഞങ്ങൾ എന്തായാലും ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവോ? ഞങ്ങൾ ശ്രമിക്കും. ബാക്കി എല്ലാം മാലാഖമാരുടെ കയ്യിലാ. വേട്ടക്കാർ വൈകാതെ ഇവിടെ എത്തും. കുട്ടികൾ പറയുന്നത് അവർ കേൾക്കുമോ? കുട്ടികൾ പറയുന്നത് അവർ കേട്ടാൽ വലിയ പ്രശ്നങ്ങളൊന്നും നേരിടാതെ അവർക്ക് നാട്ടിലെത്താം. കേട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. എന്തായിരിക്കും സംഭവിക്കുക? കാണാൻ പോകുന്ന പൂരം എന്തിനാ പറഞ്ഞറിയിക്കുന്നത്? കാത്തിരുന്ന് കാണുന്നത് തന്നെയല്ലേ നല്ലത്. നോക്കിയേ, എന്തു വലിയ മര ഇത്. ഇതൊരൊറ്റ എണ്ണം കിട്ടിയ മതി, നമ്മുടെ കാര്യം രക്ഷപ്പെട്ടു. അത് ശരിയാ, നല്ല തടിയാ, ലക്ഷങ്ങൾ കിട്ടും. അതെ. ഇതാരാ ഈ കാട്ടിൽ, അതോ ഈ സമയത്ത്? നിങ്ങളേതാടാ പിള്ളേരെ? ചങ്ങാതിക്കൂട്ടം എന്ന് പറയും. എന്തിനാണ് പിള്ളേരെ നിങ്ങൾ ഈ സമയത്ത് ഇവിടെ കിടന്ന് കറങ്ങുന്നത്? നിങ്ങൾ ഈ മുത്തശ്ശിമരം മുറിച്ചു മാറ്റാൻ പോവുകയാണോ? അതെ, മുത്തശ്ശി മരമല്ല,
മുത്തശ്ശന്മാരായാലും ഞങ്ങൾ മുറിക്കും. നിങ്ങളാരാ ചോദിക്കാൻ? ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നത് കേൾക്കണം. ഈ മുത്തശ്ശി മരത്തിൽ ധാരാളം പക്ഷികളും ജീവികളും ജീവിക്കുന്നുണ്ട്. നിങ്ങൾ ഈ മരം മുറിച്ചാൽ അവയൊക്കെ ചത്തുപോകും. മരം വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളും ജീവിക്കുന്നത്. ഈ മരം മുറിച്ച് കടത്താതിരുന്നാൽ ഞങ്ങളും ചത്തുപോകും. വേട്ടക്കാരെ, നിങ്ങൾ ഇവിടുന്ന് പോയേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല അപകടങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപകടമോ? ഞങ്ങൾക്കോ? അതെ, നിങ്ങൾക്ക് അപകടമൊന്നും പറ്റാതെ സൂക്ഷിച്ചോ, മനസ്സിലായോ? ഹേ തക്കടു, നീ എന്തായി കാണിക്കുന്നേ? നിനക്ക് എന്തു പറ്റി? നീ പോടാ ഈർക്കില്ലേ. നിങ്ങൾ ഈ മുത്തശ്ശിമരം മുറിച്ചോളൂ. നിങ്ങൾ ഇന്ന് കഴിക്കാൻ ആഹാരം കൊണ്ടുവന്നോ? കൊണ്ടുവന്നു. എന്താ? ഏത് ഭാണ്ഡത്തിലാ അത് സൂക്ഷിച്ചിരിക്കുന്നത്? അതെ, ആ ഭാണ്ഡത്തിലുണ്ട്. ഈ ചെക്കൻ എന്തായി കാണിക്കുന്നേ? എന്താ ഇപ്പൊ അവിടെ സംഭവിച്ചേ? തക്കടു എങ്ങോട്ട് ഓടുന്നേ? കാണുന്നില്ലേ, അവൻ ഉൾക്കാട്ടിലേക്കാണ് ഓടുന്നത്. അല്ല, നമ്മുടെ ഗബ്രിയേൽ മാലാഖ എവിടെ? ഗബ്രിയേലല്ലേ ആ വേട്ടക്കാരിയിട്ട് ഇങ്ങനെ ഓടിക്കുന്നത്? അതെങ്ങനെ ശരിയാവും? അത് തക്കടു അല്ലേ? അല്ലല്ലോ, പിന്നെ നമ്മുടെ തക്കടു സുഖമായിട്ട് ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്. തക്കടുവിന്റെ രൂപത്തിൽ ചങ്ങാതിക്കൂട്ടത്തിനോടൊപ്പം വേട്ടക്കാരുടെ മുൻപിലെത്തിയതും അവരെ ഇട്ട് ഓടിക്കുന്നതും ഗബ്രിയേൽ മാലാഖയാണ്. എന്റെ നിർദ്ദേശം ഗബ്രിയേൽ അനുസരിച്ചുവെന്ന് മാത്രം. അത് കൊള്ളാലോ. അപ്പോ ഇനി എന്താ സംഭവിക്കുക? നമുക്ക് കാത്തിരുന്ന് കാണാന്നേ. ഈ ചെക്കൻ എന്തിനാ ഗുഹയ്ക്കുള്ളിലേക്ക് പോയത്? ഒളിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനാവും. നമുക്കകത്ത് കയറി അവനെ പിടിക്കാം. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. വല്ല സിംഹവും കാണും അതിനകത്ത്, അത് നമ്മളെ കൊന്നു തിന്നും. വിശക്കുന്നടാ, നിങ്ങൾ വാ. അഥവാ സിംഹം വരികയാണെങ്കിൽ നമുക്ക് ആ ചെക്കൻ പിടിച്ചു കൊടുക്കാം. എനിക്ക് വയ്യ സിംഹത്തിന്റെ മുമ്പിൽ പോയി ചാടാൻ. ഞാൻ പോവുക. എനിക്ക് വയ്യ വിശന്നിരിക്കാൻ. ഞാൻ ഉള്ളിലേക്ക് പോവാ. എന്താണ് പ്രശ്നം? അതിനുള്ളിൽ ഒരു അയ്യോ, ഞങ്ങളെയൊന്നും ചെയ്യല്ലേ. അതെ, നമുക്കിവിടെ നിൽക്കണ്ട, ഓടി രക്ഷപ്പെടാം. കൊള്ളാം, ഫാൻസി ഡ്രസ് കലക്കിയിട്ടുണ്ട്. അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നത് ശരി തന്നെ. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. പിന്നെ കണ്ടോളൂ മാലാഖമാരെ. നമ്മുടെ തക്കുടു ഇതെവിടെ പോയി? അവൻ വരാതെ എങ്ങനെ വീട്ടിലേക്ക് പോവും? അവൻ വരും, മാലാഖമാർ അവനെ കാത്തോളും. ദേ നോക്കിയ കൂട്ടരെ, അവിടെ എന്താ? അയ്യോ 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 അയ്യോ, ഞങ്ങളൊന്നും ചെയ്യല്ല. ഞങ്ങളിനി കാട്ടിലേക്ക് വരികയില്ല. വരില്ല. അതെ, ഞങ്ങൾ പോകാൻ അനുവദിക്കണേ. ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളെ ആരാ ഈ വലയിൽ കുടുക്കിയത്? ഓടി വന്നപ്പോ കുടുങ്ങിയതാണേ. ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. ഞങ്ങളിനി മരം മുറിക്കില്ല. തക്കടു, നീ ഇതെവിടെ പോയതാ? എന്താ സംഭവിച്ചേ? ഞാൻ ഓടി തളർന്ന് മരത്തിന്റെ ചോട്ടിൽ കിടക്കുകയായിരുന്നു. അപ്പ മാലാഖമാർ വന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയി പറയാൻ. ഞാൻ പോലീസിനൊപ്പം ഇങ്ങ് പോന്നു.
കാട്ടിലെ മരങ്ങൾ മുഴുവൻ മുറിച്ചു കടത്തുന്ന യുവമാരെ കുറെ കാലമായി ഞങ്ങൾ തിരയുന്നു. ഇവന്മാരെ പിടികൂടാൻ സഹായിച്ച നിങ്ങൾക്ക് എന്റെ നന്ദി. തക്കുടു മോനെ, നീ മിടുമിടുക്കനാ കേട്ടോ. പഠിച്ചു വലുതായി പോലീസ് ജോലി നേടിയെടുക്കണം കേട്ടോ. അപ്പൊ ശരി.